എല്ലാ വീക്കെൻഡും സാധനം വാങ്ങിക്കാൻ വരുന്നത് പോലെ ബാൻബറൂവിൽ ഇന്നും സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തൊക്കെയോ ആൾക്കൂട്ടവും ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ആക്രാന്തത്തിൽ ചാടി റോഡ് ക്രോസ് ചെയ്തതാണ്. ഇപ്പം ഞാൻ പോലെ റോഡിൽ കിടന്നേന്. എന്തായാലും മലയാള അക്ഷരമാലയിലെ ചില അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ കടിച്ചമർത്തിക്കൊണ്ട് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് തോന്നും. മനസ്സിലായത് ഇവിടെ 100 ബുദ്ധഭിക്ഷുക്കൾക്ക് ഇന്ന് ഭിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ഭക്തന്മാർ അവർക്ക് ആവശ്യം ഈ ബുദ്ധ ഭിക്ഷുക്കൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പ്രസംഗവും പ്രാർത്ഥനയ്ക്കും ഒക്കെ ശേഷം ഈ സംഭവം വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് നേരം അവരുടെ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് പതുക്കെ ഈ ആൾക്കാരിരിക്കുന്നതിൻ്റെ നടുവിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഓരോ പാത്രമുണ്ട്. ഈ സംഭവം സന്തോഷ് ജോർജ് ഒളക്കരയുടെ സഫാരി എന്ന് പറഞ്ഞ പ്രോഗ്രാമില്ലേ, അതിനകത്തിൽ ലാവോസിലോ മ്യാൻമറിലോ കൂടെ അങ്ങോട്ടുള്ള സഞ്ചാരത്തിനകത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അത് ബുദ്ധ പൗർണമിക്ക് അവിടെ ഇങ്ങനെ ബുദ്ധഭിക്ഷുക്കളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ക്യൂ ആയിട്ട് റോഡിൽ കൂടെ നടക്കുമെന്നു. ആൾക്കാരെല്ലാം സൈഡിൽ ഇരുന്ന് അവരുടെ പാത്രത്തിലേക്ക് ഭിക്ഷ ഇട്ട് കൊടുക്കും എന്നുമാണ് ആ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. എല്ലാവരുടെ കയ്യിലും ഓരോ പാത്രമുണ്ട്, പക്ഷേ ആരും ആ പാത്രത്തിലേക്കൊന്നും ഇടുന്നൊന്നും കണ്ടില്ല. പക്ഷെ ഇവർ നടന്നു പോകുന്ന സൈഡിലൊക്കെ അവർക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പറോ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കരുതിയത് പ്രായമുള്ളവർ മാത്രമായിരിക്കും ഈ ബുദ്ധ ഭിക്ഷുക്കളായിട്ട് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറുപ്പക്കാരും ഉണ്ട് കേട്ടോ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരറ്റം വരെ പോയതിന് ശേഷം അവർ യൂ ടേൺ എടുത്ത് തിരിച്ച് ആ സ്റ്റേജിൻ്റെ അടുത്തോട്ട് തന്നെ പോവാണ് കേട്ടോ. ഇവിടെ ഇതും കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലെ റംബോച്ച ഉണർന്ന് ഇപ്പോൾ അമ്മയെ കാണാതെ കാര്യം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.